നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന പവർഫുൾ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്കത് സാധിക്കും. നിങ്ങളെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ലെവൽ മുതൽ എക്സ്പേർട്ട് ലെവൽ വരെ പഠിക്കാനും അതിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനും സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഈ ഒരു സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ IPO കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കേൾക്കാത്തവർക്കായിട്ട് ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ഇവിടെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റുകളെ കുറിച്ചാണ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള മീഡിയം, അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ശരിയല്ലേ? ഇന്ത്യയിൽ എത്ര സ്റ്റോക്ക് മാർക്കറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ത്യയിൽ സത്യത്തിൽ 7 സ്റ്റോക്ക് മാർക്കറ്റുകളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ളത് 2 എണ്ണമാണ്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും, BSE ആൻഡ് NSE. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE, നിങ്ങൾക്കറിയോ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE. 6000-ഓളം കമ്പനീസ് ലിസ്റ്റഡ് ആണ് അതിൽ. അതേപോലെ NSE 2000-ഓളം കമ്പനീസ് അതിൽ ലിസ്റ്റഡ് ആണ്. 1992 NSE സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കാരണം ഒരു കമ്പനിയുടെ ഷെയർ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് വേണമെന്നുള്ള കാര്യം. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിന് വേറെ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എങ്കിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നമ്മൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നോക്കിയാൽ മതി. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിലേക്ക് നോക്കിയാൽ മതി. ഒരു രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പോൾ NSE ഒരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം NSEയിൽ ഏകദേശം 2000-ഓളം കമ്പനീസ് ഉണ്ട് എന്നുള്ള കാര്യം. ഈ 2000-ഓളം കമ്പനീസിൻ്റെ ചാർട്ട് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഓവറോൾ ഒരു ഐഡിയ കിട്ടില്ലേ NSE മൊത്തത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് പോസിബിൾ ആണോ? ഈ 2000-ഓളം കമ്പനീസിൻ്റെ ചാർട്ട് എല്ലാ ദിവസവും തുറന്നു നോക്കിയിട്ട് NSEയെ വിലയിരുത്തുന്നത്? ഒരിക്കലും അല്ല. എങ്കിൽ അടുത്തൊരു ഓപ്ഷൻ മുന്നോട്ട് വെക്കാനുള്ളത്, ഈ NSEയിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്കുകൾ ഉണ്ടാവില്ലേ, അതായത് NSEയെ കൂടുതൽ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ, അവയുടെ മാത്രം ചാർട്ട് അനാലിസിസ് ചെയ്താൽ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവില്ലേ NSE എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ച ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആ കമ്പനീസിൻ്റെ മാത്രം പെർഫോമൻസിനെ ഒരൊറ്റ ഗ്രാഫിലൂടെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് കുറേ കൂടെ എളുപ്പമായില്ലേ? യെസ്, അവിടെയാണ് ഇൻഡെക്സിൻ്റെ പ്രാധാന്യം മുന്നോട്ട് വരുന്നത്. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള കമ്പനീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഡെക്സ് തയ്യാറാക്കി. ആ ഇൻഡെക്സ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും ഓവറോൾ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പം നമ്മൾ NSEയെ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ NSEയുടെ സൂചിക അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് നിഫ്റ്റി, അല്ലേ? നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കാറുള്ളതാണ് നിഫ്റ്റി, അല്ലേ? അതേപോലെ തന്നെ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ സൂചിക, അതായത് ഇൻഡെക്സ് ആണ് സെൻസെക്സ്. ഈ നിഫ്റ്റിയും സെൻസെക്സും നമ്മൾ ചെറുപ്പകാലം തൊട്ട് കേൾക്കുന്ന 2 വാക്കുകളല്ലേ? NSEയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏറ്റവും കൂടുതലുള്ള 50 കമ്പനീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ BSEയിലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടിയ 30 കമ്പനീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സെൻസെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് NSEയുടെയും BSEയുടെയും ഓവറോൾ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം വിലയിരുത്താൻ പറ്റും. അപ്പോൾ അടുത്തൊരു സംശയം, നമ്മൾ പറഞ്ഞു നിഫ്റ്റി 50യിൽ 50 കമ്പനീസാണുള്ളത്, അതേപോലെ സെൻസെക്സിൽ 30 കമ്പനീസാണുള്ളത് എന്ന്. ഈ 50 കമ്പനീസും സെൻസെക്സിലുള്ള ആ ഒരു 30 കമ്പനീസും എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുമോ? എന്നാൽ അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിസിൽ എല്ലാ വർഷവും 2 തവണ റിവൈസ് ചെയ്യപ്പെടും. അങ്ങനെ എല്ലാ വർഷവും 2 തവണ ഈ ഇൻഡെക്സിലുള്ള കമ്പനീസ് മാറി വരാം. എങ്കിൽ നിഫ്റ്റിയുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഒരൊറ്റ ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ? എങ്കിലല്ല.
നിഫ്റ്റിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ പല പല ഇൻഡെക്സുകളിലായിട്ടാണ് പല സെക്ടറിലുള്ള കമ്പനീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് മെറ്റൽ സെക്ടറിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള നിഫ്റ്റി മെറ്റലിലായിരിക്കും. ദെൻ ഫാർമ, അത് നിഫ്റ്റി ഫാർമയിലായിരിക്കും. ദെൻ FMCG കമ്പനീസിനെ നിഫ്റ്റി FMCGയിലായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു സെക്ടറിലുള്ള ഒരു കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു സെക്ടർ ഇൻഡെക്സിലേക്ക് നോക്കിയാൽ മതിയാകും. അപ്പോൾ നമ്മൾ സംസാരിച്ചു ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് NSE, ഒന്ന് BSE അല്ലേ? അപ്പോൾ ഈ NSEയിലും BSEയിലും നമ്മളെ പോലെ സാധാരണ ആയിട്ടുള്ള ഒരാൾ എങ്ങനെ ട്രേഡ് ചെയ്യും? അങ്ങനെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ വേണ്ടേ, ഒരു ബ്രോക്കർ വേണ്ടേ? ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളതെന്ന് നമുക്കിപ്പോൾ അറിയാം അല്ലേ? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റും? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ വേണ്ടേ? യെസ്, ആ ഇടനിലക്കാരനാണ് നമ്മളുടെ ബ്രോക്കർ അല്ലേ? അപ്പോൾ ഇന്ത്യയിൽ എത്ര ബ്രോക്കേഴ്സ് ഉണ്ട്, എങ്ങനെ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വരും വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലോ മുൻ വീഡിയോകളിൽ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കുകളാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാവുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണ്ടേ? ഞങ്ങൾ മില്യൺ ഡോട്ട്സ് ഉണ്ട് കൂടെ.